ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പ്രമി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓലേൻ്റെ S1 Pro Gen 2ൻ്റെ ഒരു റിവ്യൂ അല്ല, ഇതൊരു യൂസർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പുതിയതായിട്ട് ഓല വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കേണ്ടവർക്ക് ഈ വീഡിയോ കാണുന്നതുകൊണ്ട് ആ വണ്ടീനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ വണ്ടി എടുക്കണേ വേണ്ടതിനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ കാര്യങ്ങൾ വലിച്ചു നീട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്ന മുതൽ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ പ്രമി വ്ളോഗ്സിലേക്ക് ഇതിൻ്റെ ഓണർ തന്നെ ക്ഷണിക്കാണ്. ഹായ് ബ്രോ. ഹായ്, എന്തൊക്കെയുണ്ട്? നല്ല സുഖമല്ലേ? സുഖമായിട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ വണ്ടീൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകരേക്ക് നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തന്ന. അതിനെന്താ. അപ്പോൾ ബ്രോ, എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ള ചോദ്യം, എന്തുകൊണ്ട് EV, അതിൽ എന്തുകൊണ്ട് ഓല എടുക്കാനുള്ള കാരണം? ഇതാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നല്ല ചോദ്യമാണത്. ഞാൻ എന്തുകൊണ്ട് EVയിലേക്ക് തിരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡെയിലി എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാം പെട്രോളിൻ്റെ എക്സ്പെൻസ് ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് എക്സ്പെൻസ് കുറയ്ക്കാം, ആ ഒരു നിലയ്ക്കാണ് ഞാൻ EVയിലേക്ക് വന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഓല? ഞാൻ ബാക്കിയുള്ള എല്ലാ വണ്ടിയും ഞാൻ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദർ യൂസ് ചെയ്യുന്നത് ഏത്തറാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചേഞ്ച് ആവണം, ബട്ട് അതൊരു നല്ല വണ്ടിയാണെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഓല എടുക്കാൻ നിന്നിരുന്നത്. പക്ഷെ ഞാൻ ഓല എടുക്കാൻ നേരം ഒരുപാട് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം വന്ന് എല്ലാം കേട്ടിട്ടുണ്ട്. ഞാനൊരു 50-50 ചാൻസ് എടുത്തിട്ടാണ് പോയി എല്ലാം സ്വന്തം റിസ്കിൽ ഞാൻ എടുത്തിട്ടാണ് ഞാനിത് ഓലയിലേക്ക് വന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കിട്ടി പോയപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ഓൾറെഡി ഏതർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓലയ്ക്കും ഏതറിനും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഓലയും ഏതറും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിൻ്റെ പ്രൈസ് മുതൽ മാറ്റമാണ്. എനിക്ക് ഇത് മെയിനായിട്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെ യൂസിന് വേണ്ടി എടുത്തിട്ടുള്ള വണ്ടിയാണിത്. അപ്പോൾ അവൾക്ക് 2 കൊല്ലം കോളേജ് യൂസിന് പോവുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രൈസ്, അതായത് എനിക്ക് ഓല കിട്ടിയ ഈ പ്രൈസ് പോയിന്റിൽ 2 കൊല്ലം യൂസ് ചെയ്താൽ തന്നെ എനിക്കത് ഓക്കെയാണ്. പക്ഷേ എനിക്ക് ഏതറിൻ്റെ പ്രൈസിൽ എടുത്തിട്ട് എനിക്ക് 2 കൊല്ലത്തെ യൂസിന് ഓക്കെ അല്ല അത്. അതും കൂടി ഒരു കാരണമാണ് ഞാൻ ഓലയിലേക്ക് വരാനുണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ അറിയേണ്ടത് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസാണ്. അപ്പോൾ ഇത് എടുത്തിട്ട് എത്ര മാസമായി, ഇതിൻ്റെ ബാക്കിയുള്ള സർവീസ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് മാസം എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒന്നും കൂടി പ്രേക്ഷകർക്ക് ഒന്ന് ഹെൽപ്ഫുൾ ആവും. ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞു. 1.5 മാസത്തിൽ ഞാനൊരു 3000-ൻ്റെ പുറത്ത് പോയി വണ്ടി ഓടിയിട്ടുണ്ട്. 3000 കിലോമീറ്റർ ഓടി? 3000-ൻ്റെ പുറത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി ഓടുന്നുണ്ട്. അപ്പം ഇത് എനിക്ക് ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണം, എനിക്ക് ആദ്യമായിട്ടാണ് ഒരു വണ്ടി 5 ദിവസം കൊണ്ട് ഡെലിവറി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ വണ്ടികളുണ്ട്? വേറെ വണ്ടികളൊക്കെ ഉണ്ട്. ഞാൻ അതിന് മുന്നേ യൂസ് ചെയ്തത് ആക്സസ് 125 ആയിരുന്നു യൂസ് ചെയ്യുന്നത്, ഒരു സ്കൂട്ടർ എന്നുള്ള നിലയിൽ. പിന്നെ അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെലിവറിയുടെ സമയം എനിക്ക് അവർ പറഞ്ഞതിൽ 1 ദിവസം മാത്രമേ ലേറ്റ് ആയിട്ടുള്ളൂ. ഞാനത് പേയ്മെൻറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു 5 ദിവസത്തിനുള്ളിൽ 4 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. 5-ാം ദിവസമാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയത്. എല്ലാ പേപ്പർ പരിപാടികളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. സർവീസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇതിന് വണ്ടി എടുക്കുമ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത് ഇതിന് സർവീസേ ഇല്ല. എൻ്റെ അറിവുകൾ ഏതറിന് സർവീസ് ഉണ്ടല്ലോ, ഏതറിനും ബാക്കി എല്ലാ വണ്ടികൾക്കും സർവീസ് ഉണ്ട്. ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കംപ്ലൈൻറ്റ് ആകുമ്പോൾ കൊണ്ടുചെല്ല ആ ഒരു പോളിസിയാണ് ഇപ്പോൾ കമ്പനിയുടെ അടുത്തുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എന്തോ ഒരു ഹൈപ്പർ സർവീസൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ഇവിടെ ഷോറൂമിൽ പോയിരുന്നു. അപ്പം അവർ പറഞ്ഞ് സ്റ്റാർട്ട് ആയിട്ടില്ല, ഇനി സ്റ്റാർട്ടാകാൻ കുറച്ചും കൂടി സമയത്തിനുള്ളിൽ സ്റ്റാർട്ട് ആവും എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. സർവീസിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് എല്ലാവരും പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞ മെയിൻ പ്രോബ്ലംസ് അതായിരുന്നു. വണ്ടി നല്ല വണ്ടിയാണ്. പിന്നെ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി ഏത് യൂട്യൂബ് റിവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും ആരടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഫുള്ള് പ്രശ്നമാണ്, കംപ്ലൈൻ്റ് ആണ്. ഏത് ഷോറൂമിൽ പോയാലും പോയാലും കംപ്ലൈൻറ്റ്സ് ആണ്, പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 1.5 മാസം മുന്നേ ഈ വണ്ടി എടുക്കാൻ പോയപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പർച്ചേസിങ് സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് അന്വേഷിക്കാനൊക്കെ പോയിട്ട് ആ സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുണ്ടോ? പിന്നെ അത് മാത്രമല്ല, ഈ 1.5 മാസമായിട്ട് പൊതുവെ കംപ്ലൈൻറ്റ്സിന് പറയുന്ന ഈ വണ്ടിയിൽ 1.5 മാസമായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു.
ഇതിൽ നിങ്ങൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് പ്രേക്ഷകർക്കൊന്ന് പറയായിരുന്നു. ഓക്കെ, അതായത് ഈ വണ്ടി ബുക്ക് ചെയ്യാൻ പോയ നേരത്ത് ഓക്കെ. ഞാൻ ജസ്റ്റ് ഷോറൂമിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് താഴെ ഷോറൂമിൽ തല്ല് നടക്കുകയായിരുന്നു. ഇതിൽ കൂടുതൽ ഇനി വേറെ ഒന്നും ഇതിൽ പറയാനില്ല. എന്നിട്ടും ഞാൻ ഓല എടുക്കാനുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാനൊരു 50-50% കാരണം ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൈസിൽ വേറൊരു വണ്ടിയും ഇത്രയും ഫീച്ചേഴ്സ് ലോഡഡായിട്ട് ഇത്രയും റേഞ്ചായിട്ട് ഇന്ന് ഇന്ത്യയിൽ കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ചിലപ്പോൾ ഇത് വീഡിയോ വരുമ്പോൾ വേറെ വണ്ടികളൊക്കെ വന്നിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വേറൊരു വണ്ടി ഇത്ര റേഞ്ചിൽ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നില്ല. പക്ഷേ ഓലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവീസ് മാത്രമാണ് വളരെ മോശമായിട്ടുള്ളത്. ബാക്കിയുള്ള വണ്ടി നല്ല വണ്ടി എന്ന അഭിപ്രായക്കാരനാണ് ഞാനും. ഓക്കെ. പിന്നെ ഒരുപാട് സോഫ്റ്റ്വെയർ ബഗ്സ് ഒരുപാട് വണ്ടിയിലുണ്ട്. എനിക്ക് കിട്ടിയ ഫസ്റ്റ് 2-3 ദിവസത്തിൽ തന്നെ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ വണ്ടി എടുത്ത് പോകുന്ന നേരം ഇതിന് ഡിസ്പ്ലേ കാണാണ്ടിരിക്കുക, അതായത് ഡിസ്പ്ലേ ഓഫായ ഒരവസ്ഥ. പക്ഷെ വണ്ടി ഓടും, കുഴപ്പമില്ല. അത് ചിലപ്പോൾ നിങ്ങൾ ഉച്ചയ്ക്ക് ആ സമയത്ത് സൺറൈസിൻ്റെ പ്രശ്നം കൊണ്ട് കാണാത്ത. അല്ല അങ്ങനല്ല. ഞാനൊരു വൈകുന്നേരം സമയത്തായിരുന്നു പോയത്. പക്ഷേ എനിക്ക് ഡിസ്പ്ലേ കാണുന്നില്ല, പക്ഷെ വണ്ടി ഓടുന്നുള്ളതുകൊണ്ട് ഞാൻ ഓടിപ്പോയി. എനിക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് അത് നോക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പം അതൊന്ന്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പറയുകയാണെങ്കിൽ 8ൻ്റെ ഒരു പണി ഒരു ദിവസം തന്നിട്ടുണ്ട്. അതായത് വണ്ടി എടുത്ത് ഒരാഴ്ച ആയിട്ടുണ്ടാവും. ആ ഒരാഴ്ചയിൽ തന്നെ ഞാനൊരു ദിവസം രാത്രി ഇതേപോലെ വണ്ടി കൊണ്ട് സാധനം മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അങ്ങനെ മേടിക്കാൻ വേണ്ടി പോയി സാധനം മേടിച്ച് വന്ന് നോക്കുമ്പം വണ്ടി ഓണാവുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും വണ്ടി ഓണാവുന്നില്ല. അപ്പം ഞാൻ ആ ഒരു സമയത്ത് എനിക്ക് ആകെ കോണ്ടാക്റ്റ് ഉള്ളത് ഇവിടുത്തെ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതിൻ്റെ സെയിൽസ് മാനേജർ. ഞാൻ ആളിനെ ഫോൺ വിളിച്ചു. ആൾ പറഞ്ഞു ചിലപ്പോൾ അത് മഴ കൊണ്ടിട്ടായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ മഴ സമയത്ത് ഈ വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ മൂപ്പരോട് അന്നേരം ചോദിച്ചത്. മൂപ്പര് ഉത്തരമൊന്നും അന്നേരം തന്നില്ല. എന്നോട് പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും എനിക്ക് വീണ്ടും വേറെ റെസ്പോൺസ് ഒന്നും വണ്ടി തരാത്തതുകൊണ്ട് ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഇതുകൊണ്ട് കിട്ടാവുന്ന പണികളൊക്കെ ഞാനൊന്ന് റിസർച്ച് ചെയ്തിരുന്നു. ആദ്യം തന്നെ ഒന്ന് മുൻകൂർ ഞാൻ ആദ്യം തന്നെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഈ സീറ്റിന്റെ അടിയിൽ ഒരു സോക്കറ്റ് ഉണ്ട്. അതൊന്ന് വിട്ട് വീണ്ടും ഇട്ടാൽ റീകണക്ട് ചെയ്താൽ പ്രശ്നം തീരും. പക്ഷെ അത് സീറ്റ് തുറക്കണമെന്നുണ്ടെങ്കിൽ വണ്ടി ഓൺ ആവണം. ആ ഒരു ഫുൾ സിസ്റ്റം അങ്ങനെയാണല്ലോ. വണ്ടി എന്ത് ചെയ്യണമെങ്കിലും ആ ഡിസ്പ്ലേ ഓൺ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനും സൊല്യൂഷൻ നമുക്ക് യൂട്യൂബിലുണ്ട്. ആ സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് റീകണക്ട് ചെയ്ത്. ആ സൊല്യൂഷൻ എപ്പോഴും വർക്ക് ആയിക്കോളണം ഉറപ്പില്ല. അതൊരു ചാൻസ് ആയിരുന്നു. ഞാൻ ആ ചാൻസ് ഞാൻ ചെയ്ത് നോക്കി, സക്സസ് ആയി. അതിൽ പിന്നെ എനിക്ക് വണ്ടി ഇതിന് ശേഷം വേറെ ഒരു പണിയും തന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഈ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പനി ഭാഗത്തു നിന്ന് എന്തെങ്കിലും സപ്പോർട്ട് കാര്യങ്ങൾ അവർ വന്ന് സൈറ്റിലേക്ക് വന്നിട്ട് റെഡിയാക്കി കൊടുക്കുക, അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ ഒന്നും ഇല്ലേ ഇതിൽ നോർമലി കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടവരൊക്കെ ആ ഒരു ടൈമിൽ വണ്ടി അവിടെ ഇട്ടേച്ച് പോകും, അങ്ങോട്ട് കൊണ്ടുപോയി. അതായത് അവരെടുത്തിട്ട് കൊണ്ടുപോയി ഇതിൽ നമ്മളെങ്ങനെ അവിടേക്ക് എത്തിക്കുക. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വലിയ പ്രശ്നം, നമ്മൾ ഈ ഹാൻഡ് ലോക്ക് ഈ ഒരു പൊസിഷനിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഹാൻഡ് ലോക്ക് വരെ ആയിരിക്കും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തൂക്കി എടുത്തിട്ട് കൊണ്ടുപോകാന്നുള്ളൊരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നുള്ളൊരു അവസ്ഥയുള്ളൂ. അത് ഓല പ്ലസ് കെയർ അല്ല കെയർ പ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ വണ്ടി വന്ന് എടുത്തുണ്ടോന്ന് പറയും. പക്ഷെ അതൊന്നും നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ടി വരും. അത് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു 100 കണക്കിന് 200 കണക്കിന് വണ്ടി ഉണ്ടാവും. അവിടെ ഒരു മാസം കടന്ന് അവരുടെ ആ ഒരു ടൈം ആകുമ്പോഴേ തിരിച്ചു വരുള്ളൂ. ഈ ചെറിയൊരു കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഇത് റെക്ടിഫൈ ചെയ്യാനുള്ള സമയമാണത് അവർക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ ഇതിന്റെ മെയിൻ കാരണം ഞാൻ അറിയത്തോളം സർവീസ് സെന്ററിലും ആളില്ല, പണി അറിയുന്ന ആൾക്കാരില്ല. ഒരു 2 ആളും ഒരു 200 വണ്ടി ഇവരെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ എൻ്റെ അറിവിൽ ഇപ്പോൾ പുതിയതായിട്ട് കുറേ ഷോറൂംസ് സർവീസ് സെന്റർ ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ വരുമ്പോൾ റെഡി ആവായിരിക്കും ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ അവരൊരു ഹൈപ്പർ സർവീസ് എന്ന് പറഞ്ഞൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട് ഷോറൂമിലൊന്ന് പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് സ്റ്റാർട്ടായിട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവും. അത് സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ചെറിയ ചെറിയ പ്രശ്നങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്നതാണ്.
പിന്നെ ഇതിൻ്റെ റീചാർജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എങ്ങനെ ഫെസിലിറ്റീസ് പുറത്ത് ഇപ്പോൾ വീട്ടിൽ നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ സുഖമാണ്, നമ്മൾ പ്ലഗ് ഇട്ട് കുത്തിയാലും മതി. പുറമെ പോകുമ്പോൾ റീചാർജ് ചെയ്യണമെങ്കിലും അതിൻ്റെ സമയം കാര്യങ്ങൾ എങ്ങനെ അതിന് നിങ്ങളിപ്പോൾ ഏതർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതർ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതൊക്കെ എങ്ങനെയാണ്, സിമ്പിളാണോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടാണോ, എങ്ങനെയാണ് ഇതിൻ്റെത് ഏതറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേറെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈ ചാർജിങ് തന്നെയാണ്. ചാർജിങ് തന്നെ ഏതറിന് ഒരുപാട് ഏതർ ഗ്രിഡ് ചാർജിങ് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ. ഓലയ്ക്ക് അതില്ല. ഓലയ്ക്ക് ഈ ഹൈപ്പർ ചാർജർ കോഴിക്കോട് ആകെ 2 ഉള്ളൂ. പിന്നുള്ളത് എറണാകുളത്തും തൃശ്ശൂരൊക്കെയാണ്. ജില്ലയിൽ ഒരെണ്ണമൊക്കെയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ കുറേ സ്ഥലത്ത് കാണുന്നുണ്ട് KSEBിൻ്റെ ചാർജിങ് സ്റ്റേഷൻ. അതുകൊണ്ട് KSEBിയുടെ ചാർജിങ് സ്റ്റേഷൻ നമുക്ക് ഏത് വണ്ടി ചാർജ് ചെയ്യാം. ഓല മാത്രമല്ല, ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് KSEBിൽ ചാർജ് ചെയ്യാം. പക്ഷേ അത് നമ്മൾ ഭയങ്കര സ്ലോ ചാർജിങ് ആണ്. സ്ലോ ചാർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് 6 മണിക്കൂർ 6.5 മണിക്കൂർ കൊടുക്കണം ഫുൾ ചാർജ് ആവണമെങ്കിൽ. ചാർജ് ആവണം. അപ്പോൾ ഒരു പുറത്ത് പോയിട്ട് അത്രയും നേരം അതിലേക്ക് സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവരുടെ ഹൈപ്പർ ചാർജർ ഭയങ്കര ഫാസ്റ്റ് ആണ്. ഓക്കെ. പക്ഷേ ഹൈപ്പർ ചാർജർ എവിടെയും ഇല്ല. ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ അത് കംപ്ലൈൻ്റ് ആണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കോഴിക്കോടുള്ളത് അതൊക്കെ ഒരു കമ്പനിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം കോഴിക്കോടുള്ളത് നമ്മളിപ്പം അത് പ്രതീക്ഷയിലാണ് നമ്മളവിടെ എത്തുക. അവിടെ എത്തിക്കഴിയുമ്പോൾ രണ്ടും കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, ഞാൻ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഇനി പിന്നെ എനിക്ക് ചോദിക്കാനുള്ള മെയിൻ ചോദ്യം, ഈ വണ്ടീൻ്റെ റേഞ്ച് എങ്ങനെയാണ്? ഓക്കെ. ഇതിൽ ഇപ്പോൾ കറൻ്റ്ലി 4 മോഡുണ്ട്. ഈക്കോ മോഡ്, നോർമൽ മോഡ്, പിന്നെ സ്പോർട്ട് മോഡ്, ലാസ്റ്റ് ഉള്ളത് നമ്മുടെ ഹൈപ്പർ മോഡ്. ഇങ്ങനെ 4 മോഡ്സ് ആണുള്ളത്. ഇതിൽ ഈക്കോ മോഡിൽ കമ്പനി പറയുന്നത് 195 കിലോമീറ്ററാണ്. 195. അതിൽ നമുക്ക് 195 എന്ന് പറയുകയാണെങ്കിൽ ഒരു 150 160 വരെ നമുക്ക് കിട്ടും. ഓക്കെ. നോർമൽ പെട്രോൾ വണ്ടി കമ്പനി 25 കാരണം ഒരു 20-22 കിട്ടില്ല. അതുപോലെ തന്നെയാണ് കിട്ടുന്നത്. കാരണം അവരുടെ കണ്ടീഷൻസ് വേറെയാണ്. നമുക്ക് നോർമലി ഇവിടെ കിട്ടുന്ന ഓരോരോ കണ്ടീഷൻസ്, നമ്മളെ റൈഡിങ് സ്റ്റൈല്, റൈഡറുടെ വെയിറ്റ്, ടെമ്പറേച്ചർ, മോട്ടോർ ടെമ്പറേച്ചർ, പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ എയർ പ്രഷർ. 195 കിലോമീറ്റർ എക്കോ മോഡിലാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഈ പറഞ്ഞ ബാക്കിയുള്ള 3 മോഡുണ്ട്, അതിലെങ്ങനെ പറയുന്ന കിലോമീറ്റർ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാൽ അതിൽ എത്ര കിട്ടിയെന്ന് അതിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ ഈ വണ്ടിയിൽ നിങ്ങൾ ലോങ് ആയിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ, അപ്പോൾ അത് പോയി വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. ഇതിനെങ്ങനെ വെച്ചാൽ നോർമൽ മോഡിൽ 143 കിലോമീറ്ററാണ് പറഞ്ഞത്. എനിക്ക് നോർമൽ മോഡിൽ അത്യാവശ്യം സിംഗിളായിട്ട് ഞാൻ പോയിട്ട് 130-ൻ്റെ പുറത്ത്, 130-ൻ്റെ പുറത്തില്ല 130, ഓക്കെ, ഏകദേശം 130 റേഞ്ചിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒറ്റയ്ക്ക് പോയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അതല്ലാണ്ട് ഞാൻ പില്ലിനും വെച്ച് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഏകദേശം 120 നോർമൽ മോഡിൽ പോയിട്ട് 120 കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള 2 മോഡ്സ് സ്പോർട്ട് മോഡും ഹൈപ്പർ മോഡും നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും വണ്ടി, പക്ഷേ അതിനനുസരിച്ച് റേഞ്ച് കുറയും. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര വരെ പോകുന്നുണ്ട്? ഹൈപ്പർ മോഡിൽ അവകാശപ്പെടുന്നത് 120 ആണ്. 120 കിട്ടുന്നുണ്ടോ ഹൈപ്പർ മോഡിൽ? 120 116-17 വരെ ഞാൻ നമ്മുടെ റോട്ടിൽ അത്രയും കയറാനുള്ള ചാൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഹൈവേയിൽ ഓടിച്ചു നോക്കിയിട്ടുണ്ടാവൂല്ലേ? ഹൈവേയിൽ ഓടിച്ചു 16-17 വരെ ഞാൻ കിട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ. പിന്നെ ഇതിൽ നിങ്ങൾ ലോങ് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? ലോങ് പോയിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങൾ, ചാർജിങ് ഇല്ലാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ലോങ് അതിലൊരു വർഷം ഞാൻ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് എങ്ങനെയുണ്ട് EV കോമ്പാക്റ്റബിൾ ആണോ നമ്മുടെ നാട് എന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാൻ സിംഗിൾ ആയിട്ടാണ് ഞാൻ പില്ലിയണം വെച്ച് ഒരു ദൂരയാത്ര ഒരു പ്രാവശ്യം അല്ലാതെ ഞാൻ ഒറ്റയ്ക്കും ചെയ്തിട്ടുണ്ട്, പില്ലിയണം വെച്ചും ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അപ്പം ഒബ്വിയസ്ലി നമുക്ക് റേഞ്ച് കിട്ടുന്നുണ്ട്. കാരണം വെയിറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ മോട്ടറിൻ്റെ പണിയെടുക്കുന്നത് കുറവാണ്. ഒരു 130 കിലോമീറ്റർ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് സുഖമായിട്ട് കിട്ടും. പക്ഷേ പില്ലിനെ വെച്ച് പോയാൽ എനിക്ക് 115-120 ആ ഒരു റേഞ്ചിൻ്റെ ഇടയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ചാർജിങ്ങിൻ്റെ. നമ്മൾ EV എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് പ്ലാനിങ് ഇല്ലാണ്ട് ഒരു പരിപാടി ഇതിൽ നടക്കില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ EV എടുക്കുമ്പോൾ നമ്മൾ ബോഡിയും സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് റേഞ്ച് കിട്ടും. അതിപ്പോൾ എന്തായാലും നടക്കേണ്ട കാര്യമില്ല. റേഞ്ച് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ റേഞ്ച് കൂട്ടാം. അത് കമ്പനി പറയണില്ല, എന്തായാലും ഞാൻ പറയാം. പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ചാർജിങ്ങിൻ്റെ മെയിൻ പ്രശ്നമായിരുന്നു. ഞാൻ KSEBിൻ്റെ അതിലെ ലാസ്റ്റ് ചാർജ് ചെയ്തത് അതിൽ ഒരുപാട് സമയം എനിക്ക് അങ്ങനെ നഷ്ടമാവുകയും ചെയ്തു. ഞാനൊന്ന് കോഴിക്കോട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു.
പിന്നീട് കോഴിക്കോട് എത്തിയ ശേഷം ഹൈപ്പർ ചാർജിൽ എനിക്ക് പെട്ടെന്ന് ചാർജായി. അതുപോലെ തന്നെ അവിടെ വീട്ടിലേക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഓക്കെ, ഈ വണ്ടീൻ്റെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുണ്ടാവും, അതേപോലെ നെഗറ്റീവ് എന്തൊക്കെയാണ് പറയാനുണ്ടാവും? ആദ്യം പോസിറ്റീവ് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, പോസിറ്റീവിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ മെയിൻ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പ്രൈസ്. ഈ പ്രൈസിൽ വേറൊരു വണ്ടിയും ഇത്ര ഫീച്ചർ കൂടായിട്ട് ഓക്കെ കൊടുക്കുന്നില്ല. ഇതിൽ അത്യാവശ്യം ഒരു കാറിൽ കിട്ടേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിലുണ്ടാവും. അതായത് പ്രോക്സിമിറ്റി, ലോക്ക് ആൻഡ് ലോക്ക്. ഓക്കെ, അത് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബീറ്റ വെർഷനിലാണ് വർക്ക് ആവുന്നത്. അതായത് നമ്മൾ ഫോണും കൊണ്ട് വണ്ടിയുടെ അടുത്ത് വരുമ്പോൾ വണ്ടി അൺലോക്ക് ആവും, നമ്മൾ വിട്ടു പോകുമ്പോൾ ലോക്ക് ആവും. പിന്നെ അതുപോലെ ക്രൂയിസ് കൺട്രോളൊക്കെ ഉണ്ട് ഇതിൽ. ക്രൂയിസ് കൺട്രോൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇവരുടെ ആപ്പ് വളരെ പെർഫെക്റ്റ് ആണ്. നല്ലൊരു ആപ്പാണ് അത്. അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, വണ്ടിയുടെ കറണ്ട് സിറ്റുവേഷൻ, വണ്ടിയുടെ കറണ്ട് ലൊക്കേഷൻ, എത്ര പെർസെൻറ്റേജ് ബാറ്ററി, എത്ര ഓടും വണ്ടി. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഓരോ നമ്മുടെ വീട്ടിലുള്ളവർക്കും നമുക്ക് ഓരോരോ പാസ്വേഡ് വെച്ച് വണ്ടി കൊടുക്കാൻ പറ്റും. അയാൾ എങ്ങനെ ഓടിക്കുന്നത്, എത്ര സ്പീഡിലാണ് ഓടിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും. പിന്നെ അയാൾക്ക് നമുക്ക് വേണമെങ്കിൽ ജിയോ ഫെൻസിങ് വെക്കാൻ പറ്റും. ഈ ഒരു ടൈമിൽ അയാൾക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ലെന്നെങ്കിൽ അങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. അയാൾക്കൊരു ഏരിയ കൊടുത്തിട്ട് ആ ഒരു ഏരിയയിൽ മാത്രം വണ്ടി ആ ഒരു രീതിക്ക് വരെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫീച്ചേഴ്സ് ലോഡാണ് ഈ പ്രൈസ് പോയിന്റിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതുവരെ ഇതിൻ്റെ പോസിറ്റീവ്സ് സൈഡൊക്കെയാണ് കണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് പറയൂ. നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സോഫ്റ്റ്വെയർ ബഗ്സ് ഒന്നല്ല ഒരുപാടുണ്ട്. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഡിസ്പ്ലേ ഓഫായി പോകുന്ന പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടി പാർക്കിങ്ങിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിൽ റിവേഴ്സ് ഉണ്ട്. ആ റിവേഴ്സ് അസിസ്റ്റ് ഇടുകയാണെങ്കിൽ വണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അത്രയും സമയം നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ഇത് ഒരു വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനത്തെയൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കണമെന്ന് നടക്കുന്ന കാര്യമില്ല. അത് നമുക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യത്തിൽ ഒരു 2 മിനിറ്റ് ആണെങ്കിൽ കൂടെ അത് ആ ഒരു സമയത്ത് നമുക്കതൊരു വലിയൊരു സമയമായിട്ട് തോന്നും. അത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ വേറൊരു പ്രശ്നമാണ് ഇവരുടെ ഈ റീചാർജിങ് സ്റ്റേഷൻസ് ഇല്ലാത്തത്. ഹൈപ്പർ സ്റ്റേഷൻസ് ആകെ കോഴിക്കോട് മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളൂ. അത് കോഴിക്കോട് രണ്ട് സ്ഥലത്തുണ്ട്. നമ്മൾ വേറെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ റീചാർജ് സ്റ്റേഷനില്ല. നമ്മൾ ഒരു 100 കിലോമീറ്റർ പിന്നെ ഇതേപോലെ കുറെ കംപ്ലൈൻറ്റ്സ്. അതെ, കംപ്ലൈൻറ്റ്സ് ഉള്ളതും കംപ്ലൈൻറ്റ്സ് ആണ്. പിന്നെ ഒരു 100 കിലോമീറ്റർ റേഡിയസിൽ നമ്മൾ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. 100 കിലോമീറ്റർ അല്ല, 50 കിലോമീറ്റർ റേഡിയസിലാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെ അങ്ങനെ വലിയ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും എനിക്ക് നേരത്തെ പറഞ്ഞ കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ്. പിന്നെ ഞാനിപ്പോൾ ഇതിനടുത്ത് ഞാൻ മറ്റേ ഈ സർവീസ് സെൻ്ററിൽ പോയിട്ട് ചോദിച്ചിരുന്നു, ഈ ഇതിൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ ഓടുമ്പോൾ മാറ്റേണ്ടെന്ന്. അപ്പോൾ അവർ പറയണത് വല്ല ക്രാക്കോ അല്ലെങ്കിൽ പൊട്ടലോ ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ അന്നേരം കൊണ്ടുവരണം മാറ്റാം. ഇതിനൊക്കെ പൊട്ടേണ്ട വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പീരിയാഡിക് സർവീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. എവിടെയെങ്കിലും സാഹചര്യം ഉണ്ടാവും. ശരിക്കും അവർക്ക് അതൊരു പീരീഡ് വെച്ചിട്ട് ഒരു 5000 കിലോമീറ്റർ 10,000 കിലോമീറ്റർ അവർക്ക് വെച്ചിട്ട് ചെക്കപ്പ് ഉണ്ടെങ്കിൽ അപ്പൊ അവർക്കും കാശ് കിട്ടുന്ന ഏർപ്പാടാണ്, നമുക്കും സമാധാനവും പൈസയും പോകാത്ത ഏർപ്പാടാണ് ഇത്. സർവീസ് ഒന്നും കൂടി എവിടെയെങ്കിലും വെച്ച് പൊട്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ വണ്ടി ഷോറൂമിലേക്ക് എത്തിക്കണമെന്നൊക്കെ പറയുന്നത് അതിന്റെ ചാർജ് കാര്യങ്ങളൊക്കെ മാത്രമല്ല നമുക്ക് കുറെ സമയം നഷ്ടമാണ്. അന്നേരം നമുക്ക് ഈ വണ്ടീനോട് തന്നെ ചിലപ്പോൾ ഒരു ദേഷ്യം തോന്നാനുള്ള ചാൻസസ് ഒക്കെ. ഓക്കെ അപ്പോൾ പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് കണ്ട് ഇപ്പോൾ ഈ വണ്ടി നിങ്ങൾ ഈ ഓല S1 Pro Gen 2 ആർക്കൊക്കെ നിങ്ങൾ പ്രിഫർ ആർക്കൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡെയിലി ഒരു 50 കിലോമീറ്റർ ഓടുന്ന ആൾ, 50 കിലോമീറ്റർ റേഡിയസിൽ തന്നെ ഓടിക്കോട്ടെ. അതായത് 100 കിലോമീറ്റർ വരെ ഓടിയാലും കുഴപ്പമില്ല. സിംഗിൾ ചാർജിൽ ഒരു ദിവസം 100 കിലോമീറ്റർ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ 100-130 കിട്ടും. അത് ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈല്. അങ്ങനെ ഓടുന്ന ഒരാൾക്ക് പെട്രോൾ വണ്ടിനെക്കാട്ടിയും ലാഭകരമാണ്, EV ലാഭകരമാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഓല എടുക്കുന്നത് അവനവൻ്റെ റിസ്കിലാണ്. എല്ലാ വണ്ടിയും ഒരുപോലെ അല്ല. ചില ആൾക്കാർക്ക് 300 കിലോമീറ്റർ ഓടിയ വണ്ടിയും കിട്ടാണ്ട് 30,000 മേലെ ഓടിയ വണ്ടിയും ഓല ഉണ്ട്. അപ്പം അതൊരു 50-50 ചാൻസിൽ എടുക്കുകയാണെങ്കിൽ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ പെട്രോളും EVയും അതിന് പ്രൈസ് റേഞ്ചിലും നല്ല മാറ്റങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, അത് കൂട്ടിയും കുറച്ചും വരുമ്പോൾ ഒക്കെ ഏകദേശം ഒക്കെ ഒരേപോലെയാണ്. പിന്നെ ഇതിൻ്റെ റീസെയിൽ വാല്യൂ ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഓൾറെഡി എനിക്ക് ഇത് ലാഭകരമാണ്. കാരണം എനിക്ക് വീട്ടിൽ ഇത് സോളാർ വെച്ചിട്ടാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്.
അപ്പോൾ എനിക്കിത് സീറോ കോസ്റ്റിൽ തന്നെ ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്നു. കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. എന്താ റീസെയിൽ വാല്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു EV എന്നുള്ളത് ഇപ്പോൾ 2 വർഷമായിട്ടല്ല ഇപ്പം സ്കൂട്ടേഴ്സെല്ലാം ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കുന്നത്. അതെ. അത് കറക്റ്റായിട്ട് എത്രയെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും പെട്രോൾ എഞ്ചിനെ വെച്ച്, അതായത് നമ്മൾ IC എഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ റീസെയിൽ വാല്യൂ ബാറ്ററി വണ്ടിക്ക് കുറവാണ്. കാരണം അറിയാമല്ലോ, ബാറ്ററി ഓൾറെഡി ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. പിന്നെ ഇത് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഈ വണ്ടീൻ്റെ? ഇതിൻ്റെ വാറണ്ടി 8 വർഷം 80,000 കിലോമീറ്ററാണ് ഇപ്പോൾ നമ്മുടെ ബാറ്ററിക്ക് മാത്രം തരുന്നത്. ബാക്കി പാർട്സ് എല്ലാം അവർ 3 വർഷമാണ് തരുന്നത്. പിന്നെ നിങ്ങൾ ഈ വണ്ടി എടുത്ത് എന്തെങ്കിലും ആക്സസറീസ് എന്തെങ്കിലും പുതിയതായിട്ട് മാറ്റിയിട്ടുണ്ടോ? അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? ഇല്ല, ഇതിൽ അവർ ചോദിച്ചിരുന്നു എൻ്റെ അടുത്ത് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സസറീസ് ആഡ് ചെയ്യാമെന്നു. ഇല്ല, ഞാൻ ഈവൻ മാറ്റ് പോലും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാൻഡ്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡ്, ഓക്കെ, അതൊരു ഭയങ്കര മോശം ക്വാളിറ്റി സ്റ്റാൻഡാണ്. അതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് കമ്പണൻ്റ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാൻഡിലിട്ട് 2 പേര് അതിൻ്റെ പുറത്തിരിക്കുകയാണെന്നെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. ഈവൻ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, സെൻസർ സ്റ്റാൻഡ് തട്ടാണ്ട വണ്ടി ഓടില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ സ്റ്റാൻഡ് മാറ്റി. കമ്പനിയിൽ നിന്ന് തന്നെ മാറ്റിയത്? അല്ല, ഓക്കെ, ഞാനത് ആഫ്റ്റർ മാർക്കറ്റ് ആമസോണിൽ നിന്ന് എടുത്താണ്. സ്റ്റാൻഡ് എടുത്തു. അതുപോലെ തന്നെ എങ്ങനെ പ്ലാസ്റ്റിക് തന്നെയാണോ? അല്ല, അത് നോർമൽ നല്ല ഇരുമ്പിൻ്റെ ക്വാളിറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് കവർ, അത് Gen 1 അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓക്കെ. Gen 2 അത് ചാർജിങ് കവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കവർ, അത് ഇതിലിപ്പോൾ ഇല്ല. അപ്പോൾ ഈവൻ നമ്മൾ വണ്ടി കഴുകുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം കയറാനുള്ള ചാൻസസ് കൂടുതലാണ്, മഴയത്തൊക്കെ കൂടുതലാണെങ്കിൽ. ഇപ്പോൾ ഈ കവർ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ. പിന്നെ അത് കൂടാണ്ട് ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു പ്രൊട്ടക്റ്റീവ് കവർ, സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ. ഇത് സ്റ്റാൻഡിന് എന്താ റേറ്റ് വന്നു? സ്റ്റാൻഡ് ഓൺലൈനിൽ എനിക്ക് ഒരു 500 സംതിങ് രൂപ. ചെറിയ എമൗണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ. ഇതൊക്കെ കമ്പനിക്ക് ശ്രദ്ധിക്കാന്നുള്ളൂ. പക്ഷേ ഈ സ്റ്റാൻഡിന് ഒരു പ്രശ്നമുണ്ട്. കറക്റ്റ് ഇതിന്റെ ആ ഒരു മറ്റേ സ്റ്റാൻഡിന്റെ പോലെ അത് മടങ്ങിക്കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു സ്ലോട്ടിന്റെ അകത്തേക്ക് കയറി നിൽക്കും. ഓക്കെ. പക്ഷേ ഈ സ്റ്റാൻഡ് കയറി നിൽക്കില്ല. പക്ഷെ നമുക്ക് സേഫ്റ്റി, നമ്മുടെ പർപ്പസ് എന്താണ്, സ്റ്റാൻഡിന്റെ പർപ്പസ് നടക്കണമെങ്കിൽ ഇത് നടക്കും. ഇത് ചിലപ്പോൾ പുറത്തേക്ക് കാണുന്നുണ്ട്, പുറത്തേക്ക് കാണുമ്പോൾ കുറച്ചൊരു വൃത്തികേടായിട്ട് തോന്നുമെങ്കിലും പക്ഷേ സേഫ്റ്റി ഉണ്ടാവും. ഓക്കെ ബ്രോ, അപ്പോൾ ഇത്രയും നേരം ഈ വണ്ടീനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞതിന് വളരെയധികം താങ്ക്സ്. ഈ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പുതിയതായിട്ട് ഓല വണ്ടി എടുക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ എനിവേ താങ്ക്സ്, പിന്നെയും കാണാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഈ ഓലയെ കുറിച്ചുള്ള ഐഡിയാസ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ വണ്ടി എടുക്കണേ വേണ്ടെന്നുള്ളത്. പിന്നെ ഇതേപോലെ അടുത്ത വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വരേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.